ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് അനാലിസിസ് ആണ് പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിന് പലതരത്തിലായിട്ട് പലരും പറയാറുണ്ട്. പെസിൽ അനാലിസിസ്, പെസ്ലി അനാലിസിസ്, പെസ്റ്റൽ അനാലിസിസ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു അനാലിസിസ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് 50 years ago ആണ്. ഫ്രാൻസിസ് അഗ്യുലർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സ്കോളറാണ്. ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതിൽ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ സ്കോളറാണ് ഈ ഒരു അനാലിസിസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ബിസിനസ്സിനെയും ഓർഗനൈസേഷനും ഒക്കെ ഐഡൻറ്റിഫൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ആ ഒരു വേർഡ് നന്നായിട്ട് നോട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു പെസ്റ്റൽ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ ഒക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എത്രത്തോളം അതിൻ്റെ കാര്യങ്ങളിൽ ഇമ്പാക്റ്റ് ചെലുത്തുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പെസ്റ്റൽ അനാലിസിസ് ക്യാൻ ഹെൽപ്പ് ഐഡൻറ്റിഫൈങ് റിസ്ക് ഫാക്ടർ. എന്താണ് ഈ പെസ്റ്റൽ അനാലിസിസിൽ നമുക്ക് റിസ്ക് ഫാക്ടർ എത്രത്തോളം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുക. ഇനി ഈ പെസലിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് പി സ്റ്റാൻഡ്സ് ഫോർ പൊളിറ്റിക്കൽ, ഇ എന്ന് പറയുന്ന എക്കണോമിക്, എസ് എന്ന് പറയുന്നത് സോഷ്യൽ, ടി ടെക്നോളജിക്കൽ, എൽ ലീഗൽ, എൻവയോൺമെൻറ്റ്. ഇതാണ് പെസിൽ അനാലിസിസിൽ പറയുന്ന ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പെസൽ അനാലിസിസ് എക്സാമിൻ ചെയ്യുന്നത് നമ്മൾ എവിടെയാണോ ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടുവരുന്നത് ആ രാജ്യത്തെ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയപരമായതും സാമ്പത്തികമായതും സാമൂഹ്യപരമായിട്ടുള്ളതും സാങ്കേതികപരമായിട്ടുള്ള ടെക്നോളജിക്കൽ ആൻഡ് നിയമപരമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, അവിടെ വരുന്ന ഓരോ മാറ്റങ്ങൾ അത് എത്രത്തോളമാണ് നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഡെസിഷൻസ് എടുക്കാനൊക്കെ അത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് SWOT അനാലിസിസ് ആയിരുന്നു. ആ SWOT അനാലിസിസ് ഒരു ഫേമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെട്ടും അതിൻ്റെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരുന്നു നമ്മൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നോക്കിയിരുന്നത്. പക്ഷേ എക്സ്റ്റേണലി വരുമ്പം ഈ പെസൽ അനാലിസിസ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു പെർഫോം പെസൽ അനാലിസിസ് വെൻ ദേ ഹാവ് ബീൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്. എന്തൊക്കെ മാറ്റങ്ങളാണ്, അത്രയ്ക്ക് പ്രാധാന്യമുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിലേൽക്കുമ്പം അവരുടെ പോളിസികൾ എന്താണ്, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ചേഞ്ച് വരുന്നത്, അതേപോലെ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു പെസൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു 3-4 കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. പെസൽ അനാലിസിസ് കൂടാതെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്, ഹൗ ദീസ് ഫാക്ടേഴ്സ് വിൽ അഫക്റ്റ് ബിസിനസ് പെർഫോമൻസ് ആൻഡ് സ്ട്രാറ്റജി ഇൻ ദ ലോങ് ടേം. അതായത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു ഷോർട്ട് പീരീഡിലേക്കല്ല, വരും 5 വർഷങ്ങളിൽ, വരുന്ന 10 വർഷത്തേക്ക്, ഒരു ലോങ് പീരീഡിലേക്ക് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജീനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാനാണ് ഈ പെസൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ആ ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ച് അവിടെ നമുക്കൊന്ന് നോക്കാം. ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പൊളിറ്റിക്കലായതും എക്കണോമിക്കലായിട്ടുള്ള ആ ഓരോ അനാലിസിസ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് ഓരോ സമയത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗവൺമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ട്രേഡും ടാക്സേഷൻ എന്തൊക്കെയാണ്, ഗവൺമെൻറ് പുതിയ ടാക്സിൻ്റെ നികുതിയുടെ നയങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എങ്ങനെയാണ്, അതിൻ്റെ ലീഡർഷിപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്ന ആളുകൾ മാറുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ പൊളിറ്റിക്കൽ ട്രെൻഡ് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്, റെഗുലേഷൻ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പൊളിറ്റിക്കൽ ഫാക്ടറായിട്ട് പറയാവുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എക്കണോമിയുടെ പെർഫോമൻസാണ്, മൊത്തം രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രകടനം എങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് ഓരോ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, ഒരു ഇൻഡസ്ട്രീനെ, ഒരു ഇൻഡിവിജ്വലിനെ എല്ലാം ഇവിടെ വ്യക്തമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം വരിക, ഇൻട്രസ്റ്റ് റേറ്റുകൾ ഉള്ള ചേഞ്ചസ് വരിക, ഫോറിൻ കറൻസിയും ഇന്ത്യൻ കറൻസിയായിട്ട് കമ്പാരിസൺ വരുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള
പുരോഗതികൾ, ഗ്രോത്ത്, വളർച്ച എങ്ങനെയുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ലെവൽ എങ്ങനെയാണ്, ഓരോ വർഷം കഴിയുമ്പോഴും എത്രത്തോളം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്കണോമിക് ഫാക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്. ഓരോ കുടുംബത്തിൻ്റെയും ലൈഫ് സ്റ്റൈലിൽ വരുന്ന ട്രെൻഡ് എന്താണ്, ഓരോരുത്തരുടെയും എഡ്യൂക്കേഷൻ ലെവൽ എങ്ങനെയാണ്, അവരുടെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ട്, ജനറൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, ഹെൽത്ത് കോൺഷ്യസ്നെസ് എന്താണ്, ഫാമിലി ആൻഡ് പോപ്പുലേഷൻ സൈസ്, ഇതൊക്കെയാണ് സൊസൈറ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെക്നോളജീനെ ബേസ് ചെയ്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് പ്യോർലി അത്. ആൻഡ് അതിൻ്റെ എക്സിസ്റ്റൻസും അവൈലബിലിറ്റിയും ഡെവലപ്മെൻറ്റും ഓട്ടോമേഷനും ഏതൊക്കെ മേഖലയാണ് ഇപ്പം മെക്കനൈസ്ഡ് ആയി മാറുന്നത്, ഓട്ടോമേറ്റഡ് ആയിട്ട് മാറുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ആൻഡ് ടെക്നോളജിക്കൽ അവയർനെസ്, മാർക്കറ്റ് പോസസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ അവയർനെസ് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ പറയാം. പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ടെക്നോളജിയുടെ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് വന്നിട്ടുണ്ട്, എമർജിങ് ടെക്നോളജീസ് വന്നിട്ടുണ്ട്, ബിഗ് ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടിംഗ് വന്നിട്ടുണ്ട്, AI ആൻഡ് മെഷീൻ ലേണിങ്ങിലേക്ക് വന്നിട്ടുണ്ട്, സപ്ലൈ ചെയിൻ ഓട്ടോമേഷൻ, ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി 6ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ലീഗൽ ഫാക്ടേഴ്സ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് ദാറ്റ് റെഫർ ടു ഹൗ ദ ലോ റെഗുലേഷൻ അഫക്ട് ദ വേ ബിസിനസ് ഓപ്പറേറ്റ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ, റെഗുലേഷൻ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഉള്ള ലേബർ ലോസ് എന്താണ്, കൺസ്യൂമർ ലോ എന്താണ്, മാർക്കറ്റ് റെഗുലേഷൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ലോ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് റെഗുലേഷൻ, ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്, ഇത്രയാണ് ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തികച്ചും എക്സ്റ്റേണൽ ആയിട്ടൊരു ഫാക്ടറാണ്. പ്ലാനറ്റ് ആൻഡ് എക്കോസിസ്റ്റം ക്യാൻ ഇമ്പാക്ട് ദ ഓർഗനൈസേഷൻ. സം ആർ സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ റെഗുലേഷൻ, കൺസ്യൂമർ എൻവയോൺമെൻറ്റൽ അവയർനെസ്, ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വരുന്ന കുറേ കാര്യങ്ങളാണ്. ഇനി അതിൽ തന്നെ അപ്പോൾ ഇത്രയും ആണ് 6 ഫാക്ടേഴ്സ് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ പെസ്ലെ അനാലിസിസ് എന്ന് പറയുന്നത് ഈ 6 പോയിന്റുകളാണ്. അതിൽ വരുന്ന ഓരോ സബായിട്ട് വരുന്ന പോയിന്റുകളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പെസിൽ അനാലിസിസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്ന്, പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളാണ് ഈ ഒരു പെസിൽ അനാലിസിസിൽ വരുന്നത്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, it is important to get a group of people together from different areas of business and brainstorm ideas. അതിലേറ്റവും പ്രധാനമായിട്ട് ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ്. ഇനി ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ എല്ലാ ആളുകളും ഒരേ മേഖലയിലുള്ളവരായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ആളുകളായിരിക്കണം. പല ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് പല തലങ്ങളിലുള്ള ആളുകളായിരിക്കണം ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് ആദ്യം ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഡെസിഷൻ മേക്കർ വാണ്ട് ടു കൺസൾട്ട് ആൻഡ് സീക്ക് ദ ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്സ് ഫ്രം ഔട്ട്സൈഡ് ബിസിനസ്. കൂടാതെ ബിസിനസ്സിന് പുറത്തുള്ള എക്സ്പേർട്ടുകളുടെയും കൂടിയിട്ട് ഒപ്പീനിയൻസ് നമ്മുടെ ഡെസിഷൻ ആരാണോ എടുക്കുന്നത് അവർ കൺസൾട്ട് ചെയ്യാം. കാരണം ദിസ് കുഡ് ബി കസ്റ്റമർ ആവാം, ഡിസ്ട്രിബ്യൂട്ടർ ആവാം, സപ്ലയർ ആവാം, കൺസൾട്ടൻ്റ് ആവാം, ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ അറിയുന്ന ആരുമാവാം. അപ്പോൾ ആദ്യം ഒരു ഇൻറ്റേർണലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ബ്രെയിൻ സ്റ്റോമിങ് സെഷന് വേണ്ടി റെഡിയാക്കുക. രണ്ടാമത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന വ്യക്തികളുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ സീക്ക് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിൽ ഇൻവോൾവ് യുവർ റിസർച്ചിങ് ആൻഡ് ഗ്യാതറിങ് എവിഡൻസ് ഫോർ ഈച്ച് ഇൻസൈറ്റ് ഇൻ അനാലിസിസ്. ഓരോ അനാലിസിസ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എന്താ നോക്കുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിന് സ്കോർ കൊടുക്കുക ഓരോ ഐറ്റത്തിനും. ലൈക്ലിഹുഡ്, ഹൗ ലൈക്ലി ഇറ്റ് ഈസ് ടു ബി ഹാപ്പൺ ആൻഡ് ആൻ ഇമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗ ബിഗ് ആൻ ഇമ്പാക്റ്റ് ഇറ്റ് കുഡ് ഹാവ് ആൻ അവർ ബിസിനസ്, എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കുക. ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് റിഫൈനിങ് ദ ഐഡിയാസ് ആൻഡ് റിപ്പീറ്റിംഗ് ദ പ്രൂവ്സ് അൺടിൽ ഗെറ്റ് എ മാനേജബിൾ
number of points in each of the 6 category. നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൃത്യമായിട്ട് ഇവിടെ കിട്ടിയ ഈ ഐഡിയാസിനെയൊക്കെ റിഫൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് റിപ്പീറ്റിംഗ്, എന്നിട്ട് ആ ഐഡിയാസിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യപ്പെടണം. നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന വരേക്ക് അത് കൊണ്ടുപോകണം. അതായത് മാനേജബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് ആയിട്ട്, ഒരുപാട് പോയിന്റ്സിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ അതിനെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു അനാലിസിസ് അവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു അനാലിസിസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന അഡ്വാൻറ്റേജസ്, ഒന്ന് വളരെ സിമ്പിൾ ആണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ഈ ഒരു ഫ്രെയിം വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്കൊരു സ്ട്രാറ്റജിക് പ്ലാനിനൊപ്പം തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അലൗസ് ദ ടീം ടു ഫെസിലിറ്റേറ്റ് എ ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വൈഡർ ബിസിനസ് എൻവയോൺമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റ് എത്രത്തോളം വൈഡർ ആണെന്നുള്ളതും അത്രത്തോളം തന്നെ നമുക്ക് ഇൻഫർമേഷൻസും ഇങ്ങനെ ഒരു അനാലിസിസ് കൊണ്ട് നമുക്ക് അവൈലബിൾ ആവുന്നു. കറണ്ട് ഈവൻസിനെ കുറിച്ചും അതെങ്ങനെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാൻ സാധിക്കുക. മൂന്നാമത്തെ പോയിന്റിൽ ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് ആൻറ്റിസിപ്പേറ്റ് ബിസിനസ് ത്രെഡ്സ് ആൻഡ് ഫിഗർ ഔട്ട് how to mitigate the risk. It helps organization spot business opportunities on which they can capitalize. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഓർഗനൈസേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ബിസിനസ് ത്രെഡ്സ്. നമ്മൾ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ് ഒരു ഭീഷണി നേരിടേണ്ടി വരുന്നത്. ആൻഡ് ഫിഗർ ഔട്ട് ഹൗ മിറ്റിഗേറ്റ് ദ റിസ്ക്, എത്രത്തോളം ഇതിൽ അടങ്ങിയിരിക്കുന്ന റിസ്കിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് ഓർഗനൈസേഷൻ സ്പോട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, എവിടെയൊക്കെയാണ് നമ്മുടെ ബിസിനസ് സാധ്യതകളുള്ളത്, വിച്ച് ദേ ക്യാൻ ക്യാപിറ്റലൈസ്, അവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ് എൻകറേജസ് ഓർഗനൈസേഷൻ ടു ഡെവലപ്പ് എക്സ്റ്റേണൽ ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ്. ഇങ്ങനെ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുമ്പം ഓരോ ഓർഗനൈസേഷനും അവർക്കൊരു എൻകറേജ്മെന്റ് ആണ്. എന്തിനാ? അതിന്റെ എക്സ്റ്റേണൽ ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ്ങിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ആൻ അഡ്വാൻസ് വാർണിംഗ് ഓഫ് പൊട്ടൻഷ്യൽ ത്രെഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു? ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ആൻ അഡ്വാൻസ് വാർണിംഗ്. ഇനി നമുക്ക് ഇതിനൊക്കെ അനാലിസിസ് നടത്തുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ ത്രെഡ്സ് ഉണ്ട്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് അഡ്വാൻസ് വാർണിംഗ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് അറിയാൻ പറ്റും. ഇറ്റ് എൻകറേജസ് ബിസിനസ് ടു കൺസിഡർ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദേ ഓപ്പറേറ്റ്. ഓരോ ബിസിനസ്സിനെ എൻകറേജ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിനൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. ഏതിന്? എവിടെയാണോ ഒരു ബിസിനസ് നടത്തപ്പെടുന്നത് ആ നടത്തുന്ന സ്ഥലത്ത് അതിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം ബിസിനസ്സിന് ഒന്നുകൂടിയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അനാലിസിസ് ക്യാൻ ഹെൽപ്പ് ഓർഗനൈസേഷൻ അണ്ടർസ്റ്റാൻഡ് എക്സ്റ്റേണൽ ട്രെൻഡ്. എക്സ്റ്റേണൽ ട്രെൻഡ് എന്താണ് എന്ന് കൃത്യമായിട്ട് ഓർഗനൈസേഷന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പെസൽ അനാലിസിസ് കൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്നുള്ളതാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, while it's a great tool, here are few of the disadvantages to using this. ഈ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദിസ് അസസ്മെന്റ് ക്യാൻ ബി എ ലൈറ്റ് ഓർ ആസ് എ ഹെവി ആസ് വൺ വാണ്ട്സ് ടു മേക്ക് ഇറ്റ്. ഇതെന്താണ്? ഈ ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നടത്താൻ പറ്റുള്ളൂ. ആസ് ഹെവി ആസ് വൺ വാണ്ട്സ് ടു മേക്ക് ഇറ്റ്. ഇനി അത് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. വളരെ ചെറിയ രീതിയിൽ വേണോ, വലിയ രീതിയിൽ വേണോ, ചിലപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ സെറ്റപ്പിന് പറ്റിക്കോളണം എന്നില്ല. ഇനി രണ്ടാമത്തത്, ഈസി ടു ഓവർ സിംപ്ലിഫൈ ദ ഡാറ്റ കളക്ട് ഇൻസഫിഷ്യൻറ്റ് ഡാറ്റ. ഒന്നില്ലെങ്കിൽ ഒരു കാര്യത്തിനെ അന്വേഷിച്ചിറങ്ങുമ്പം ഒരുപാട് ഇൻഫർമേഷൻ ആവാം. അങ്ങനെ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാം. ചിലപ്പോൾ വേണ്ടത്ര അളവിൽ ഡാറ്റ കിട്ടിയില്ല എന്നും വരാം, ഇൻസഫിഷ്യൻ്റ് ആണെന്നുള്ളതും ആവാം. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ഓൾസോ ഈസി ടു മേക്ക് ഇറ്റ് ടു ഹെവി ബൈ കളക്ടിങ് ടു മച്ച് ഡാറ്റ ആൻഡ് ബിക്കമിങ് സോ ഓവർവെൽംഡ് ദാറ്റ് യു ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. ഒരുപാട് ഡാറ്റാസ് ആണ് നമ്മൾ കളക്ട് ചെയ്തതെങ്കിൽ എവിടെ തുടങ്ങണമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാം. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് അനാലിസിസ് പാരലൈസിസ് എന്ന് പറയുന്നത്.
അതായത് പാരാലിസിസ് പറഞ്ഞാൽ തളർന്നു പോകുന്നൊരവസ്ഥ അല്ലേ? അപ്പോൾ ആ ഒരു അനാലിസിസ് തന്നെ അവിടെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഓവർ ടു മച്ച് ഡാറ്റ ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടൂൾ ബട്ട് ഇറ്റ് ഡസൻറ്റ് അനലൈസ് ദ ഓർഗനൈസേഷണൽ ഇന്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞത് എന്താ? പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ ഒരു എൻവയോൺമെന്റിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവിടെ ഒരിക്കലും ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇന്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അത്രത്തോളം അനലൈസ് ചെയ്യപ്പെടുന്നില്ല. ദാറ്റ്സ് വൈ വി റെക്കമെൻഡ് യൂസിങ് ഇൻ കൺജങ്ഷൻ വിത്ത് SWOT അനാലിസിസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്തരത്തിലുള്ള അനാലിസിസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു SWOT അനാലിസിസും കൂടി ആവശ്യമാണെന്ന് പറയുന്നു. കാരണം SWOT അനാലിസിസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തിനെയാണ്. സോ അതും വേണം. അതിൻ്റെ ഇന്റേണൽ മാത്രം പോരാ, എക്സ്റ്റേണൽ ആയിട്ട് ഈ പെസൽ അനാലിസിസും വേണം. അല്ലാണ്ട് ഇത് മാത്രം നമ്മൾ നടത്തണോണ്ട് ഉള്ളിലത്തെ പ്രശ്നങ്ങൾ തീർക്കാതെ പുറത്ത് മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല. അഞ്ചാമത്തേല് മെനി റിസർച്ചേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് സിംപ്ലിസിറ്റി ഓഫ് ദ മോഡൽ ദാറ്റ് ഈസ് സിമ്പിൾ ലിസ്റ്റ് വിച്ച് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ്. ഈ ഒരു മെത്തേഡ് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അത് വേണ്ടത്ര സഫീഷ്യൻ്റ് ആയിക്കൊള്ളുന്നില്ല ആൻഡ് കോംപ്രിഹെൻസീവും ആയിക്കൊള്ളുന്നില്ല എന്നാണ് പറയുന്നത്. ആറാമത്തെ പോയിന്റിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ബേസ്ഡ് ഓൺ അസസ്മെൻറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഇതിന് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് എന്താണ്? ഇത് മെയിനായിട്ട് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ മാത്രമാണ് അസസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് വേറൊരു പോരായ്മ. ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് എ പെസൽ അനാലിസിസ് വർക്ക്സ് ഓൺ അസംഷൻ ദർ റിമൈൻസ് എ റിസ്ക് ഓഫ് ബീങ് റോങ്. ഈ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത് എന്തുമാത്രം? ചില നിഗമനങ്ങൾ മാത്രം, അസംഷൻസ്, അതായത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതുകൊണ്ട് നമ്മൾ ഈ ഡിസിഷനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം ആ അപ്പോഴത്തെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഒരു അസംഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ റിസ്കിനുള്ള സാധ്യത അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പെസൽ അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് 2 or 3 മാർക്സിന് വാട്ട് ഈസ് പെസൽ അനാലിസിസ് ചോദിക്കാം. അഡ്വാൻറ്റേജസ്, സ്റ്റെപ്സ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പെസൽ അനാലിസിസിലെ ഓരോ പോയിന്റുകളും നമ്മുടെ ഷോർട്ട് എസ്സേ ആയിട്ടോ പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റൻ ആയിട്ടോ 2 മാർക്സിനോ 3 മാർക്സിനോ ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യതയുള്ള ഒരു പോർഷൻ തന്നെയാണ് പെസൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞിരിക്കുന്ന അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അത് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇത് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്